നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മാതൃകയായി AR നഗർ പഞ്ചായത്ത്, ഇനിയെല്ലാം പുകയില രഹിത വിദ്യാലയങ്ങൾ. ഇനി കുഞ്ഞു യാത്രകളും സുരക്ഷിതമാകും. 5000 വിദ്യാർത്ഥികൾക്ക് ഹെൽമറ്റ് വിതരണം ചെയ്തു. ദിശാബോധമുള്ള പുതിയ തലമുറയെ സൃഷ്ടിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് JCI പോലുള്ള സംഘടനകൾ നേതൃത്വം നൽകണമെന്ന് അഡ്വക്കേറ്റ് MK സക്കീർ. ഹോട്ടൽ ഉടമകൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കർണാടകയിലെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ക്രൂയിസർ വാനും തിരുനാവായ ചെറിയ പറപ്പൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. വിശദമായ വാർത്തകൾ. മുഴുവൻ വിദ്യാലയങ്ങളും പുകയില രഹിതമാക്കി പ്രഖ്യാപിക്കാനൊരുങ്ങി AR നഗർ പഞ്ചായത്ത്. AR നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള 13 വിദ്യാലയങ്ങളെയാണ് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുന്നതെന്ന് ഡെപ്യൂട്ടി DMO ഡോക്ടർ C. ഷുബിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 6 രാവിലെ 10 വേങ്ങരയിൽ പ്രവർത്തിക്കുന്ന മലബാർ സെൻട്രൽ സ്കൂൾ ഗ്രീൻ ഹില്ലിൽ വെച്ച് PK കുഞ്ഞാലിക്കുട്ടി MLA പ്രഖ്യാപനം നടത്തും. അബ്ദുറഹ്മാനഗർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്ത അടിസ്ഥാനത്തിൽ നഗര പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾ, അതായത് 13 സ്കൂളുകൾ ടുബാക്കോ ഫ്രീ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പ്രോഗ്രാമിൽ കൂടി മുഴുവൻ സ്കൂളിൻ്റെ 100 വാർഡ പരിധിയിൽ ടുബാക്കോ അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഈ വരുന്ന 6 തീയതി 10 മണിക്ക് നമ്മുടെ MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ നഗര പഞ്ചായത്തിലെ മലബാർ സെൻട്രൽ സ്കൂൾ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. പ്രാദേശിക സർക്കാരുകൾ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സന്നദ്ധ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, യുവജന പ്രസ്ഥാനങ്ങൾ, വ്യാപാര വ്യവസായ രംഗത്തുള്ള സംഘടനകൾ, ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, പോലീസ്, എക്സൈസ് തുടങ്ങിയവയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിനാണ് ആരോഗ്യവകുപ്പ് നേതൃത്വം കൊടുക്കുന്നത്. വിദ്യാലയങ്ങളുടെ അകത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ടൊബാക്കോ ഫ്രീ ഏരിയ, പ്രവേശന കവാടങ്ങളിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനം എന്നീ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ പുകവലിക്കുകയോ പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയോ ചെയ്താൽ അറിയിക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരും ഫോൺ നമ്പറും ബോർഡിലുണ്ട്. സ്കൂളുകളിൽ പുകയില കാരണമുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചുള്ള പോസ്റ്ററുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക ക്വിസ് മത്സരം, മറ്റ് ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നടത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ 100 വാര ചുറ്റളവിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ യെല്ലോ ലൈൻ വരച്ച് ഈ മേഖലയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും PTA, MPTA, സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയെ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളുടെ പ്രയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ച് ആരോഗ്യപ്രദമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് CK സുരേഷ് കുമാർ, AR നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാഖത്ത് അലി കാവുങ്ങൽ, വൈസ് പ്രസിഡന്റ് ശ്രീജ സുനിൽ, C. ജിഷ, MR നഗർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ T. ഫൈസൽ മുഹമ്മദ്, K. രാമദാസ് എന്നിവരും പങ്കെടുത്തു. ഭാഗമായിട്ടാണ് പലപ്പോഴും അത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ സിനിമ, സീരിയൽ, അതുപോലത്തെ മറ്റ് വിനോദോപാധികളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പുകയില ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഉള്ളത്. വെട്ടം ന്യൂസ്, മലപ്പുറം. ഇരുചക്ര വാഹനങ്ങളിലെ യാത്ര സുരക്ഷിതമാക്കാൻ വിദ്യാർത്ഥികൾക്ക് ഹെൽമറ്റുകൾ വിതരണം ചെയ്ത് ജില്ലാ പഞ്ചായത്ത്. NGO ഹീറോ മോട്ടോർ കോർപ്പുമായി സഹകരിച്ചാണ് ജില്ലയിൽ നിന്നും 2 മുതൽ 5 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന തിരഞ്ഞെടുത്ത 5000 വിദ്യാർത്ഥികൾക്ക് ഹെൽമറ്റുകൾ വിതരണം ചെയ്തത്. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന പലരും അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഹീറോ മോട്ടോ കോർപ്പ് CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ഹെഡ് ഇഞ്ചുറി ഫൗണ്ടേഷനുമായി ചേർന്ന് ഹെൽമറ്റ് നൽകിയത്. സംസ്ഥാനത്ത് ആദ്യമായി പദ്ധതി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പരിപാടി ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമറ്റ് ധരിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്തിന്റെയും NGO ഹീറോ മോട്ടോ കോർപ്പിന്റെയും ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. From my core of heart, that you deserve all congratulations for this noble work. It's a great thing you are doing. As a company, you may be doing a lot of CSR activities,
But this seems to be number one in that. Not only that, this gives inspiration and motivation for other companies also. ട്രാഫിക് ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ ചിത്ര നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സഹീന ഹസീബ്, നസീബ അസീസ്, KT അജ്മൽ, AK സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജു നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ ഹെഡ് ഇഞ്ചുറി ഫൗണ്ടേഷൻ പ്രതിനിധികളായ അമിത് ഖോർ, ഹാഫിസ്, ഹേമൻജോത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് മലപ്പുറം. ദിശാബോധമുള്ള പുതിയ തലമുറയെ സൃഷ്ടിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് JCI പോലുള്ള സംഘടനകൾ നേതൃത്വം നൽകണമെന്ന് കേരള ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ പറഞ്ഞു. JCI തിരൂർ ലെജൻസിന്റെ 7ാമത് സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. JCI തിരൂർ ലെജൻസിന്റെ 7ാമത് സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രസിഡന്റ് N പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. JCI ഇന്ത്യ 28ാം മേഖലയുടെ പ്രസിഡന്റ് KS ചിത്ര വിശിഷ്ടാതിഥിയായിരുന്നു. മേഖലാ വൈസ് പ്രസിഡന്റ് ജാബിർ എൻഡ്യൂറ, മുൻ മേഖലാ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് M വിക്രകുമാർ, വേണുഗോപാൽ, ശിവദാസ്, മേഖലാ കോർഡിനേറ്റർ അബു തൽഹദ്, ചാർട്ടർ പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി ഇടശ്ശേരി, സുരേഷ് EG, പവിത്ര വേണുഗോപാൽ, ഷിബിലി സുരേഷ്, സെക്രട്ടറി പ്രോഗ്രാം ഡയറക്ടർ രവിജിത്ത് KP, മറ്റു ശാഖകളുടെ പ്രതിനിധികൾ, മേഖലാ ഓഫീസർമാർ, മറ്റു സംഘടനാ പ്രതിനിധികൾ, പ്രത്യേക ക്ഷണിതാക്കൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ സ്ഥാനാരോഹണങ്ങളും അവരോഹണങ്ങളും അടങ്ങുന്ന പ്രോട്ടോകോൾ ഇവിടെ കണ്ടു. അറിയാതെ പ്രശാന്ത് മനം ഇടറിക്കൊണ്ടോ അല്ലോ ഇറങ്ങിപ്പോകുന്നതും തിരിച്ച് തെറ്റിക്കൊണ്ട് വരുന്നതും കണ്ടു. എന്തായാലും അങ്ങനെ ഇറക്കവും കയറ്റമൊന്നുമില്ല പ്രശാന്ത്. ഇതിനകത്ത് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് ഉത്തരവാദിത്തങ്ങൾ അതാത് വർഷങ്ങൾ മാറി മാറി വരുന്നു എന്നല്ലാതെ ആരും പുറകോട്ട് പോകുന്നില്ല. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായി ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ജ്യേഷ്ഠനടക്കമുള്ള വലിയൊരു സംഘം പൊന്നാനിയിൽ JCIയുടെ പ്രവർത്തനമായി മുന്നോട്ട് പോയിരുന്നു. അന്ന് വിക്രമനൊക്കെ തന്നെ ഒരുപാട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് പൊന്നാനി കൈവിട്ടു പോയോ സംശയമുണ്ട്. പക്ഷെ തിരൂർ കൈവിട്ടു പോകാതെ ഏറ്റവും നന്നായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് തിരൂരുകാരോടൊപ്പം ചേരാനുള്ള ഇഷ്ടമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സംഘടന നടപ്പിലാക്കാൻ പോകുന്ന തുഞ്ചൻ പറമ്പിലെ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം, GMUP സ്കൂൾ, GLP സ്കൂൾ തിരൂർ എന്നിവിടങ്ങളിലെ ഓക്സിജൻ പാർക്കുകൾ, ജില്ലാ ആശുപത്രിയിലെ ഫീഡിംഗ് റൂം, വിശക്കുന്നവരുടെ വയറൂട്ടാനുള്ള ഫീഡ് എ നീഡി എന്ന പദ്ധതികളുടെ വിശദീകരണവും പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ നിർവഹിച്ചു. 2024 വർഷത്തെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രാജീവ് കൊളങ്ങര, സെക്രട്ടറി ഹനീഫ കാമ്പ്രത്ത്, ട്രഷറർ റൌഫ് കിസാൻ തുടങ്ങിയവർ സ്ഥാനമേറ്റു. വെട്ടം ന്യൂസ് തിരൂർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സുരക്ഷിതാഹാരം ആരോഗ്യത്തിനാധാരം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ മാത്രമേ കിട്ടൂ. വിദേശങ്ങളിലൊക്കെ പോയെങ്കിൽ നമുക്ക് അവിടെയുള്ള ഫുഡുകളെ കിട്ടും. നമ്മുടെ ഫുഡിൻ്റെ ഒരു സംസ്കാരം തന്നെ മാറി സർവ്വ ഫുഡുകളും കിട്ടുന്ന ഒരു ഹബ്ബായി നമ്മളെ കേരളം മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നിട്ടുള്ളത് മലബാറിലാണ്. അത് ഏറ്റവും കൂടുതൽ വർധന വന്നിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ കിട്ടാത്ത ലോകത്തെ ഒരു ഫുഡുകളുമില്ല. അപ്പോൾ അതിനനുസരിച്ച് ചില പ്രയാസങ്ങളും ഉണ്ട് എന്ന കാര്യം നമുക്ക് സമ്മതിക്കാതെ വയ്യ. ആ പ്രയാസങ്ങളെ മാറ്റി ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല
ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമുക്ക് സമൂഹത്തെ സേവിക്കാൻ സാധിക്കും. ലോകത്തിൻ്റെ നിലവാരം നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ലോകത്തിൻ്റെയൊക്കെ നിലവാരം നിയന്ത്രിക്കുന്നത്, കേരളത്തിൻ്റെയൊക്കെ നിലവാരം നിയന്ത്രിക്കുന്ന ഒരു മുഖ്യ പങ്ക് ടൂറിസമാണ്. ടൂറിസത്തിൻ്റെ മുഖ്യ പങ്ക് മറ്റേ ഭക്ഷണമാണ്. ഭക്ഷണ സംസ്കാരം ഇതിലൂടെ ഹോട്ടൽ ഉടമകൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സബ്ക അമീർ അധ്യക്ഷത വഹിച്ചു. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എ ഷംസിയ മുഖ്യപ്രഭാഷണം നടത്തി. അതുകൊണ്ടാണ് മരിച്ചു അല്ലേ? ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് കോട്ടയത്ത് ഉണ്ടായിരുന്നു അല്ലേ? കോട്ടയത്ത് എന്താ സംഭവിച്ചത്? കുഴിമന്തി ആയിരുന്നു ഉടനെ. കാസർഗോഡ് ഷവർമ ഏതെങ്കിൽ കോട്ടയത്ത് കുഴിമന്തി ആയിരുന്നു. കുഴിമന്തി കഴിച്ചു, അവിടെ ഒരു നഴ്സിന് ജീവൻ നഷ്ടപ്പെട്ടു, ഒത്തിരി പേര് ഹോസ്പിറ്റലായിരുന്നു. ഞാൻ എറണാകുളം ജില്ലയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പറവൂര് ഇങ്ങനെ തന്നെ കുഴിമന്തി കഴിച്ച് 70ഓളം ആൾക്കാരാണ് അന്ന് ഹോസ്പിറ്റലിലായത്. നമ്മുടെ തിരൂരും ഈ അടുത്ത് ഇത്രയും വേണ്ടി ഉണ്ടായില്ലെങ്കിലും ചെറിയ രീതിക്ക് ഇങ്ങനെയുള്ള ചില ഇൻസിഡൻസ് ഉണ്ടായി. സംഘം മണി, ഈസ്റ്റേൺ നിസാർ, നസീസ് ഗഫൂർ, റോയൽ നവാസ് എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. കർണാടകയിലെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ക്രൂയിസർ വാനും തിരുനാവായ ചെറിയ പറപ്പൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. താനൂർ മൂലക്കൽ MLA ഓഫീസിന് സമീപം വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. പരിക്ക് പറ്റിയവരെ തിരൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താനൂർ മൂലക്കൽ MLA ഓഫീസിന് സമീപം വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. കാറിലുണ്ടായിരുന്ന വയോധികക്ക് തലക്കും കൈയിനും പരിക്ക് പറ്റി. TDRF പ്രവർത്തകരും നാട്ടുകാരും താനൂർ പോലീസും എത്തി രക്ഷാപ്രവർത്തനം നടത്തി. വെട്ടം ന്യൂസ്, താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.